ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ സംവിധായകൻ രഞ്ജിത്ത് പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. രഞ്ജിത്തിനെ ഇന്ന് കാരവനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. 2 കാരവനുകൾ ആണ് പോലീസ് പിടിച്ചെടുത്തത്. രഞ്ജിത്തിന്റെ കസ്റ്റഡി കാലാവധി നാളെ വൈകിട്ട് അവസാനിക്കും. വിപിൻ സി വിജയൻ ഒരിക്കൽ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിപിൻ, 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ പോലീസിന് വിട്ടു നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരവനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് തുമ്പ് എന്നൊക്കെ വേണമെങ്കിൽ കിട്ടേണ്ടത് ഈ കാരവനിൽ നിന്നാണ്. അതെ അനിൽ, നാളെ വൈകിട്ട് വരെയാണ് സംവിധായകനും നടനുമായിട്ടുള്ള രഞ്ജിത്ത് പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത്. അപ്പൊ ഇനി ഏറ്റവും പ്രധാനമായത് തെളിവെടുപ്പാണ്. ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 2 വാഹനങ്ങൾ, അതായത് 2 കാരവനുകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇതിലെത്തിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പ് ഇന്നുണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. ഇന്ന് രാവിലെ തന്നെ ഒരു പക്ഷേ ആ തെളിവെടുപ്പ് നടക്കുകയും ചെയ്യും. കാരവനിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ലൈംഗികമായി അതിക്രമത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ യുവനടിയുടെ പരാതിയുള്ളത്. ആ പരാതിയിലാണ് അറസ്റ്റിലാവുകയും പിന്നീട് ഇപ്പോൾ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും, അതായത് നാളെ വൈകിട്ട് പോലീസ് കസ്റ്റഡി അവസാനിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക. അന്ന് തന്നെ, ഈ അറസ്റ്റിലായ ദിവസം തന്നെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് കോടതി നീട്ടിവെക്കുകയായിരുന്നു. അങ്ങനെ നാളത്തെ ഈ കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. അതിനുള്ളിൽ തന്നെ പോലീസിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തെളിവെടുപ്പ് നടക്കും എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് രഞ്ജിത്തിന്റെ വാദമുള്ളത്. പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത എടുത്തുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കും എന്നുള്ളത് പോലീസ് വൃത്തങ്ങളും വ്യക്തമാക്കുകയാണ്. അനിൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.